பைக் ஓட்டுறேன் அப்ப அவ்வளவு ஃபாஸ்டா ஓட்டுறேன். ഊട്ടിക്കൊരു അൺപ്ലാനഡ് ട്രിപ്പ്, പ്രതീക്ഷിക്കാത്തൊരു ക്ലൈമറ്റ് ആയിരുന്നു അവിടെ പോകുമ്പോൾ. എക്സൈറ്റ്മെന്റ് ആയിരുന്നു ആ ഒരു ട്രിപ്പ്, എന്നാൽ അൺസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ട്രിപ്പ് ആയിരുന്നത്. കേരള രജിസ്ട്രേഷനുള്ള വെഹിക്കിൾ പോകുമ്പോൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട ആവശ്യം വരില്ല. രാവിലെ 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത ട്രിപ്പ് 2 ബൈക്കിലായിരുന്നു. രാവിലെ നേരത്തെ ആയതുകൊണ്ട് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. ട്രാഫിക് ഒന്നും ഇല്ലാണ്ട് പോകാനായിരുന്നു പ്ലാന്. കൊഴിഞ്ഞാമ്പാറ വഴി വേലന്താവളം ചാവടി റൂട്ടിലൂടെ ഊട്ടിയിലേക്ക് യാത്ര തുടങ്ങി. കേരള ബോർഡർ കഴിയുന്നവരെ കുണ്ടും കുഴിയെല്ലാം ആയിരുന്നു. തമിഴ്നാട് എത്തിക്കഴിഞ്ഞപ്പോൾ റോഡും അടിപൊളിയായിരുന്നു, അതേപോലെ ക്ലൈമറ്റും വ്യത്യാസമാകുന്നുണ്ട്. റോഡിൽ അത്രയ്ക്ക് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. കോയമ്പത്തൂർ എത്തിയപ്പോൾ പുതിയ ബ്രിഡ്ജ് എല്ലാം ഓപ്പണഡ് ആണ്. ഉക്കടം വരെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ട്രാഫിക് ഇല്ലാണ്ട് അതിൽ കൂടെ കയറി പോകാൻ പറ്റും. കോയമ്പത്തൂർ കടന്ന് ഊട്ടിയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് മേട്ടുപ്പാളയം റോഡ് കയറി. ആ റോഡ് കുറച്ച് മോശമായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഊട്ടിയിലേക്ക് ഉള്ള സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഊട്ടിയിലേക്ക് കയറാൻ തുടങ്ങി. ചെറിയ ചെക്ക് പോസ്റ്റ് പോലെയൊക്കെ ഉണ്ട് അവിടെ. ഓരോ യാത്രയും ഓരോ എക്സ്പീരിയൻസ് ആണ് തരിക. നല്ല മഴയായതുകൊണ്ട് ഊട്ടിയുടെ ക്ലൈമറ്റിൽ ഫുൾ പച്ചപ്പായിരുന്നു ചുറ്റും. ഊട്ടിയിലേക്ക് കയറുന്ന റോഡുകളെല്ലാം വന്നിട്ട് നല്ല വെൽ ടാർഡ് ആയിട്ടുള്ള നല്ല റോഡുകളാണ്. ശ്രദ്ധിച്ച് വേണം ഓവർടേക്ക് ചെയ്യാൻ. നമ്മൾ ശ്രദ്ധിച്ചാലും ഓപ്പോസിറ്റ് വരുന്ന ആള് എങ്ങനെയാ വരുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് സേഫ് ആയിട്ട് റൈഡ് ചെയ്യുക, റാഷ് ഡ്രൈവിംഗ് ഒഴിവാക്കാം. യാത്രകൾ, അത് മോട്ടോർ സൈക്കിളിലുള്ള യാത്രകൾ പ്രത്യേകതയുണ്ട്. ഓരോ സ്ഥലങ്ങളും നഗ്നനേത്രങ്ങളാൽ ആസ്വദിക്കാൻ പറ്റും. തണുപ്പും മഴയും മഞ്ഞും എല്ലാം കൊണ്ട് ആസ്വദിച്ച് ട്രിപ്പ് എൻജോയ് ചെയ്യാൻ മോട്ടോർ സൈക്കിളിൽ തന്നെ റൈഡ് ചെയ്യണം. തമിഴ്നാട് നല്ല മഴയുള്ളത് കൊണ്ട് പോകുന്ന വഴിയിലെല്ലാം ഇടയിലിടയിലായിട്ട് ചെറിയ ചെറിയ വാട്ടർഫാൾസ് എല്ലാം ഉണ്ടായിരുന്നു. മുകളിൽ കയറെ ക്ലൈമറ്റ് മാറി വരികയായിരുന്നു. താഴെ ചെറിയൊരു തണുപ്പ് മാത്രമായിരുന്നു, നോർമൽ ക്ലൈമറ്റ് ആയിരുന്നു. എന്നാൽ മുകളിൽ പറയുമ്പോൾ മഴ പ്ലസ് കോട, അങ്ങനെ ഒരു ക്ലൈമറ്റ് ആയിരുന്നു. തണുപ്പ്, നല്ല തണുപ്പായിരുന്നു. വണ്ടിയൊക്കെ ഓടിക്കാൻ സ്ട്രഗിൾ ആവുന്നുണ്ട്. അതേപോലെ മഴയും ഉണ്ട്. കോട എന്ന് പറഞ്ഞാൽ പോരാ, ഒടുക്കത്തെ കോടയായിരുന്നു. ഈ നാച്ചുറലിന് ഒരു പ്രത്യേകതയുണ്ട്. മരങ്ങൾക്കും അതേപോലെ സ്ഥലങ്ങൾക്കെല്ലാം വന്നിട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പോകുമ്പോൾ നമ്മുടെ നെഗറ്റീവ് എല്ലാം മാറി ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ലഭിക്കും. നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് കൊണ്ടുവരാൻ യാത്രയ്ക്കും അതേപോലെ തന്നെ നാച്ചുറലിനും പറ്റും. നമ്മുടെ മൈൻഡ് സെറ്റ് എല്ലാം ടോട്ടലി ചേഞ്ച് ആക്കാൻ പറ്റുന്ന തെറാപ്പി എന്ന് പറയുന്നത് യാത്രയ്ക്കും അതേപോലെ നാച്ചുറലിനും ഒരു പങ്കുണ്ട്. വെറുതെ വീട്ടിലിരിക്കാതെ ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തിറങ്ങി ചെറിയ ചെറിയ യാത്രകൾ നടത്തുക. വെറുതെ വീട്ടിലിരിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് തന്നെയാണ് പോയി കിട്ടുക. നാളെ നമ്മൾ ജീവനോടെ ഇരിക്കുന്ന എന്തുറപ്പുള്ളത്? 100% ഉറപ്പുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ പ്രസന്റ് മൂവ്മെന്റ് എന്ന് പറയുന്നത് നമ്മളെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഒരു തിങ്കിങ്ങും വേണ്ട, പാസ്റ്റിനെ കുറിച്ചുള്ള തിങ്കിങ്ങും വേണ്ട. പ്രസന്റ് മൂവ്മെന്റ് ഈസ് ഇന്നബീറ്റബിൾ. പ്രസന്റ് മൂവ്മെന്റ് ഹാപ്പി ആണെങ്കിൽ ഫ്യൂച്ചർ ഹാപ്പി ആവും. ഹാപ്പിനെസ് എന്ന് പറയുന്ന സാധനം നമ്മുടെ കയ്യിൽ തന്നെയാണ്. സാഡ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ തന്നെയാണ്. അത് എങ്ങനെ നമ്മൾ പ്രയോഗിക്കുന്നു എന്ന രീതിയിൽ ഉണ്ടാവും. കുറെ പൈസകളൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. ആ ഒരു ഉണ്ടാക്കുന്ന പൈസ നമുക്ക് അനുഭവിക്കാൻ കൂടെ പറ്റണം. ജീവിതത്തിൽ നമ്മൾ എന്ത് തന്നെ നേടിയാലും അതൊന്നും പെർമനന്റ് അല്ല. അതെല്ലാം കുറച്ച് ദിവസങ്ങൾക്ക് മാത്രമാണ്. അത് സക്സസ് ആയാലും ശരി, എന്താണെങ്കിലും ശരി. നമ്മൾ ഇവിടെ നിന്ന് വിട്ട് മുകളിലേക്ക് പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകാനൊന്നും പോകുന്നില്ല. വരുന്നത് കയ്യും വീശിയിട്ടാണ്, പോകുമ്പോഴും കയ്യും വീശിയിട്ട് തന്നെ പോവുക. സോ ചാരിക സൈഡിലൊക്കെ ഇരിക്കുമ്പോൾ കുറച്ച് മെമ്മറീസ് ഒക്കെ നമ്മൾ ഈ ഒരു ടൈമിൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാലും ആ ഒരു ടൈമിൽ അതൊക്കെ ഓർത്തൊന്ന് സന്തോഷിക്കാൻ അടിപൊളിയായിരിക്കും. ആരെയും ഹേട്ട് ചെയ്യാൻ പോകണ്ട. നമ്മളിപ്പോൾ ആരോട് സംസാരിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. നമ്മൾ ജസ്റ്റ് സ്മൈൽ, ആരെ കാണാണെങ്കിൽ സ്മൈൽ ചെയ്യാം. നമ്മൾ കാരണം ഒരാൾ ഹാപ്പി ആവണമെങ്കിൽ ഹാപ്പി ആയിക്കോട്ടെ. ദാറ്റ്സ് ഇറ്റ്. നമ്മുടെ സമൂഹത്തിൽ 100-ൽ 99% ആളുകളും ഹാപ്പി അല്ല. പുറത്ത് ഹാപ്പി ആയിട്ട് കാണിക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ആരും കയ്യിലുള്ളത് വെച്ച് ഹാപ്പിനെസ് കണ്ടെത്താൻ ശ്രമിക്കുന്നില്ല. ഇല്ലാത്തതിനെ ഓർത്ത് മാത്രം ദുഃഖിക്കാൻ മാത്രമാണ് ശ്രമിക്കുന്നത് കൂടുതലും 99% ആൾക്കാരും. എന്നാണ് നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ട് ഹാപ്പിനെസ് കണ്ടെത്തുന്നത്, അന്നേ നമ്മുടെ ലൈഫ് അടിപൊളിയാവും. ഹാപ്പിനെസിനും മൈൻഡ് റിഫ്രഷിങ്ങിനും എല്ലാം യാത്ര ഒരു തെറപ്പിയാണ്. ആ ഒരു തെറപ്പി ഇടയ്ക്കിടയ്ക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ഗോളുകളെല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റും. നമ്മുടെ മൈൻഡ് എന്നും റിലാക്സ് ആയിരിക്കും. സോ വീട്ടിലിരിക്കാതെ യാത്രയ്ക്ക് പോവുക. പറ്റുന്ന ടൈം പറ്റുന്ന രീതിക്ക് യാത്ര പോവുക. രാവിലെ 10 മണിക്ക് ഊട്ടിയിലെത്തി. അവിടെ നിന്ന്
നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തു. ഡോഡബേട്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പോട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കയറി. അവിടെ നിന്നാണ് സംഭവം സ്റ്റാർട്ട് ആവുന്നത്. ഞങ്ങൾ ആദ്യം കയറിപ്പോയി. ഞങ്ങൾ പോയി അവിടെ ഒരു കുറച്ച് ദൂരം എത്തിയതും ബാക്കിൽ വരുന്നവനെ കാണാനില്ല. നമ്മുടെ അനിയന്മാര് തന്നെയാണ്, അവനെ കാണാനില്ല. അവൻ സിംഗിൾ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ കാണാത്തത് കൊണ്ട് ഞങ്ങളൊന്ന് തിരിച്ചു പോയി നോക്കുമ്പോൾ അവിടെ ചെക്കൻ നിൽക്കുന്നു. എന്താ അവസ്ഥ എന്ന് സംസാരിച്ച് നോക്കുമ്പോഴാണ് സീന് മാറിയിരിക്കുന്നത്. അവര് പറയുന്നത് ഇവൻ സ്പീഡിൽ വന്നു, അങ്ങനെ എന്റെ കാറിൽ മുട്ടിയതാണ്, ഇവൻ ഇൻഡിക്കേറ്ററും ഇട്ടിട്ടില്ല, അവന്റെ ഭാഗത്താണ് ഫാൾട്ട് എന്ന് പറഞ്ഞിട്ടാണ് അവര് പറയുന്നത്. மலையில பைக் ஓட்டுற அவ்வளவு ஃபாஸ்டா மெதுவா வந்தா நீ கண்ட்ரோல் பண்ணிருக்கலாம். இல்ல அப்ப ஓட்ட ஸ்டைல் எனக்கு தெரியும். அது ஸ்லோவா தான் போறோம். ക്ലിയർ ആയിട്ട് ഞാൻ ഇവനോട് സംസാരിച്ച് നോക്കുമ്പോൾ ഇവൻ പറയുന്നുണ്ട്, അതായത് റൈറ്റ് സൈഡിൽ ഇവൻ നിൽക്കുന്നുണ്ട്, ഒരു ജംഗ്ഷനാണ്, അവിടെ നിൽക്കുന്നുണ്ട്. ഈ ലെഫ്റ്റ് സൈഡ് വന്നിട്ട് ഒരു കാറ് നിൽക്കുന്നുണ്ട്. ആ കാറിന്റെ സെന്റർ ആയിട്ടുള്ള സൈഡാണ് ബൈക്ക് നിൽക്കുന്നത്. ഇങ്ങേര് റൈറ്റിലേക്ക് തിരിച്ചു. ആ ഒരു ടൈമിലാണ് മുട്ടിയിരിക്കുന്നത്. കാരണം ഇവന്റെ ഫാൾട്ട് അല്ല, ഇവൻ വേണം പറഞ്ഞ് എടുത്തിട്ട് പോയിട്ടില്ല. ആ ഒരു റോഡ് വന്നിട്ട് ചുരുങ്ങിയ ചെറിയൊരു റോഡാ. ആ റോഡിൽ സ്പീഡായിട്ട് വരാനും പറ്റത്തില്ല. ഒന്നിനും നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാനും പറ്റില്ല. സോ ഇവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് വെച്ചിട്ട് ഇവന്റെ ഭാഗത്താണ് തെറ്റെന്ന് അവര് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് കുറെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് കേസ് കൊടുക്കാൻ പറഞ്ഞു. അവർ ആദ്യം തന്നെ 28,000 രൂപ തരണം, ഇല്ലെങ്കിൽ 10,000 രൂപ ഞങ്ങളുടെ കയ്യിൽ ഇപ്പൊ തരണം എന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ ഇത്രയും കാശൊന്നുമില്ല, ഞങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ കേസ് കൊടുത്തോ എന്ന് പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞു ഞങ്ങൾക്ക് കേസ് കൊടുക്കാൻ പറ്റത്തില്ല, ഇത് തേർഡ് പാർട്ടി ആയിട്ടുള്ള ഇൻഷുറൻസ് ആണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് പറ്റത്തില്ല, ഒരു 10,000 രൂപ തരണം, ഞങ്ങൾ ഇൻഷുറൻസ് അടച്ചിട്ടില്ല, ഇൻഷുറൻസ് അടച്ചതിന് ശേഷം നിങ്ങൾ ക്ലെയിം ചെയ്യാന്ന് പറഞ്ഞു. ഇതിപ്പോ നമ്മുടെ ആവശ്യമൊന്നുമില്ലല്ലോ, അവരുടെ ആവശ്യമല്ലേ, ഞങ്ങൾ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ കേസ് കൊടുത്തോ, ഇല്ലെങ്കിൽ ഞങ്ങൾ കേസ് കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ അതൊന്നും പറ്റില്ല, അവര് സമ്മതിക്കുന്നില്ല. അപ്പോൾ ഒരുത്തനെ വിളിച്ചു തന്നിട്ട് SI ആണെന്ന് പറഞ്ഞു, ഊട്ടിയിലെ SI ആണെന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞിട്ട് ഊട്ടിയിലെ SI ആണല്ലോ പറഞ്ഞ് സംസാരിച്ചപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ അവൻ പറയുന്നത് ഒരു സ്ഥലത്തേക്ക് വരാൻ പറഞ്ഞു. ആ ഒരു സ്ഥലത്ത് പോലീസ് സ്റ്റേഷനും ഇല്ല. ആ ഒരു SIയുടെ പേര് ചോദിച്ചപ്പോൾ അവൻ പേര് പറയാൻ ശ്രമിക്കുന്നില്ല. നിങ്ങൾ അങ്ങോട്ടേക്ക് വാ എന്നാ പറയുന്നത്. ശരിയെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടല്ല, ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാന്ന് പറഞ്ഞിട്ട് വണ്ടി എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി. ഇവിടെ ഊട്ടിയിൽ KL രജിസ്ട്രേഷൻ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാർക്ക് കുറച്ച് പേര് ഇങ്ങനെ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്, കാശ് പിടിങ്ങാൻ വേണ്ടിയിട്ട് മാത്രം. സോ അതിലൊന്നും പെടാതെ നോക്കുക, ശ്രദ്ധിച്ചിട്ട് ഡ്രൈവ് ചെയ്യുക. അപ്പൊ തന്നെ മനസ്സിലായി ഇവന്മാരൊരു ഫ്രോഡാണെന്ന്. എന്നാൽ വരുന്നവരെ അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. തണുപ്പെന്ന് പറഞ്ഞോ ഒരു ജാതി